السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മുആവിയത്ത് ബിൻ അബി സുഫിയാനും റളിയല്ലാഹു അൻഹു റോമിലെ രാജാവും തമ്മിലുണ്ടാക്കിയ ഒരു കരാറ് അവസാനിക്കാറായ സമയത്ത് മുആവിയ യുദ്ധത്തിന് ഒരുങ്ങി. അതായത് റൂമിൻ്റെ അതിർത്തിയിൽ സൈന്യത്തെ കൊണ്ടു നിർത്തി. കരാർ അവസാനിച്ചാൽ ഉടൻ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കയറി ആക്രമിക്കുക എന്നതാണ്. അപ്പോൾ ഉമർ ബിൻ അത്തയ്യ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ മുആവിയ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, കരാർ പൂർത്തിയാക്കുക, വഞ്ചന പാടില്ല. അള്ളാഹുവിൻ്റെ ദൂതൻ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ഒരു ജനതയുമായി കരാറുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി എത്തും വരെ നിബന്ധനകൾ ലംഘിക്കാവതല്ല. ഇത് കേട്ടയുടൻ ഖലീഫ മുആവിയ സൈന്യത്തെയും കൊണ്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള കരാറ് പാലനത്തിൻ്റെ ഒരുപാട് കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇത്രയും വലിയ ഗുണങ്ങൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചത് ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറാവട്ടെ, വ്യക്തികളോടോ സമൂഹങ്ങളോടോ തമ്മിലുണ്ടാക്കുന്ന കരാറാവട്ടെ, പലപ്പോഴും പൂർത്തിയാക്കുക അത്ര എളുപ്പമായിരിക്കില്ല. ചില സന്ദർഭങ്ങളിൽ കരാറ് പാലനം വളരെ വിഷമതായിരിക്കും. അതേസമയം ആ കരാർ ലംഘിക്കുന്നതിലൂടെ ഭൗതിക നേട്ടങ്ങളും ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ചില കരാറുകളുടെ പൂർത്തീകരണം പല വക നഷ്ടങ്ങൾക്കിടയാക്കും. ചിലപ്പോൾ അതിൻ്റെ പേരിൽ അക്രമങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നു എന്ന് വരാം. ഇത്തരം പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും പീഡനങ്ങളെയുമെല്ലാം ക്ഷമയോടെ തരണം ചെയ്ത് സ്വന്തം പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. അത്തരം ക്ഷമാശീലർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് അവർ അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറയുന്നത്, ഭൗതികമായിട്ട് നിങ്ങൾ എന്ത് തന്നെ സമ്പാദിച്ചാലും അതൊക്കെ തീരും. അതേസമയം അള്ളാഹുവിൻ്റെ അടുക്കൽ ബാക്കി നിൽക്കുന്നത് അതെന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.